بأحسن ما كانوا يعملون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ മാസം വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാകുന്നു. ആ മാസത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലികമായ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതവുമായി കഴിവിൻ്റെ പരമാവധി ബന്ധിപ്പിക്കുവാനും ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ഇമാമും. അത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ട് ആണ് ഇമാം എന്ന് പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരു തൽഖീൻ നമുക്ക് കാണുവാൻ സാധിക്കും. മയ്യത്ത് മറമാടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിർവഹിക്കേണ്ട സുന്നത്തായ കർമ്മം തസ്ബീത്ത് ചൊല്ലലാണ്. എന്നാൽ തൽഖീൻ ഓതിക്കൊടുക്കാറുണ്ട്. ആ തൽഖീൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് ആ ഖബറിൽ കിടക്കുന്ന ആളോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇദാ ജാഅക്കൽ മലക്കാനി യസ്അലാനി, ഏ മനുഷ്യ, നിന്റെ അടുക്കലേക്ക് ഇപ്പോൾ രണ്ട് ആളുകൾ വരും, രണ്ട് മലക്കുകൾ വരും. ആ രണ്ടാളുകൾ നിന്നോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ഖുൽ അല്ലാഹു റബ്ബി, നീ പറയണം അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന്. മാ ഇമാമുക, നിന്റെ ഇമാം എന്താകുന്നു? ഖുൽ ഖുർആനു ഇമാമി, ഖുർആനാകുന്നു എൻ്റെ ഇമാം. ജീവിച്ചിരുന്നപ്പോൾ ആരാണ് ഇമാമ്? ഷാഫിയാണ് എൻ്റെ ഇമാമ്, ഹനഫിയാണ് എൻ്റെ ഇമാമ്, മാലിക്കാണ് എൻ്റെ ഇമാമ്, ഹംബലിയാണ് ഇമാമ്. ഇതൊക്കെയാണ് ജീവിച്ചിരുന്നപ്പോൾ ഇമാം. മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സത്യം പറഞ്ഞു കൊടുക്കുന്നു, മാ ഇമാമു, ആരാണ് നിന്റെ ഇമാം? ഖുർആൻ ഇമാമി, ഖുർആനാകുന്നു എൻ്റെ ഇമാം. മൻ നബിയൊക്ക, ആരാണ് നിന്റെ നബി? മുഹമ്മദുൻ നബി. ഇന്ന് ആരോടാ പറയുന്നത്? മരിച്ചുപോയ ആളോടാണ് പറയുന്നത്. അപ്പോൾ അത് സമൂഹത്തിൽ അവർ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിട്ടുള്ള ആശയത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. പക്ഷെ അവിടെ ഇമാം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആനാണ് എങ്കിൽ ആ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് പോകുക എന്നതാണ് ഒരു മുസൽമാൻ്റെ ധാർമ്മികമായ ബാധ്യത. അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന കാലത്ത് വിശുദ്ധ ഖുർആൻ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാണ്. ഖുർആൻ ഇറങ്ങിയ കാലം മുതൽ ഇന്ന് വരെയും അത് വിമർശനങ്ങളെ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. ആ വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി അള്ളാഹുവിൻ്റെ കിതാബിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകൾ പിന്നീട് അതിൻ്റെ വക്താക്കളായി മാറി എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ പഠിക്കുമ്പോഴാണ് ഇന്ന് മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കുന്നു. ആ വിഷയത്തിൽ ഖുർആനിനെ വിമർശിക്കുന്നവർ പറയുന്നത് ഖുർആൻ സ്ത്രീകളോട് അനീതി കാണിക്കുന്നു, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത മതമാകുന്നു എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ഖുർആനിലൂടെ നാം അതിനെ വായിക്കേണ്ടത് പ്രതിഫലങ്ങളുടെ കാര്യത്തിൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യത്യാസവും കൽപ്പിച്ചിട്ടില്ല. രണ്ടുപേർക്കും തുല്യമായ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത്. മൻ അമില സ്വാലിഹൻ, ആര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിൻ, സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബത്തൻ, അവർക്ക് നാം വിശിഷ്ടമായ ജീവിതം നൽകുന്നതാണ്. വലനജ്സിയന്നഹും, അവർക്ക് നാം പ്രതിഫലം നൽകും. അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് ഫലമായി കൊണ്ട് പ്രതിഫലമായിട്ട് നല്ല പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ്. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. പിന്നെയോ സ്ത്രീക്ക്
പുരുഷനേക്കാൾ കുറവാണ്. പുരുഷന് 2 ഇരട്ടി കൊടുക്കുമ്പോൾ സ്ത്രീക്ക് 1 മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഈ അടുത്ത കാലത്ത് യുക്തിവാദികൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു പെൺകുട്ടിയോട് ആ ചോദ്യം ചോദിക്കുന്നു. പെൺകുട്ടി തിരിച്ചു മറുപടി പറയുമ്പോൾ ആ പെൺകുട്ടിയോട് യുക്തിവാദികൾ, ഇസ്ലാം വിരോധികൾ പറയുന്നത്, സ്ത്രീകൾ നിങ്ങൾക്ക് പുരുഷനേക്കാൾ കുറവാണല്ലോ നൽകുന്നത്, എന്താണ് കാരണം? പക്ഷെ ആ പെൺകുട്ടിക്ക് മറുപടി കൃത്യമായി പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ അവിടെ ഖുർആൻ പറഞ്ഞു എന്തുകൊണ്ട് പുരുഷന് ഇരട്ടിയായി കൊടുക്കാനുള്ള കാരണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചെലവഴിക്കാനുള്ള ബാധ്യത പുരുഷന്റെ മേലാണ്. അതുകൊണ്ടാണ് പുരുഷൻ ഇരട്ടിയായി കൊടുക്കുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെലവഴിക്കൽ നിർബന്ധമില്ല. ആ സ്വത്ത് മുഴുവനായും അവൾക്കെടുക്കാവുന്നതാണ്. പുരുഷൻ അവൻ അത് നിർവഹിച്ചിട്ടില്ല, ചെലവഴിച്ചിട്ടില്ല എങ്കിൽ അവൻ അതിന് കുറ്റക്കാരനായി തീരും. അതുകൊണ്ടാണ് പുരുഷൻ ഇരട്ടിയായി കൊടുത്തത്. ചെലവഴിക്കുക എന്നൊരു ബാധ്യത പുരുഷന്റെ മേലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരു നേതൃത്വം, അർ-റിജാല ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും ബഅദാ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പുരുഷന് ഒരു മേധാവിത്വം കൊടുക്കാനുള്ള കാരണം? ചെലവഴിക്കുക, അധ്വാനിക്കുക, കുടുംബത്തെ പോറ്റുക പോലെയുള്ള കാര്യങ്ങൾ ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് പുരുഷനാണ്. എന്ന് വെച്ചിട്ട് സ്ത്രീ ജോലിക്ക് പോകണ്ടെന്നോ കുടുംബം പോറ്റണ്ടെന്നോ ഒന്നും പറയുന്നില്ല. അത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമല്ല. അതുപോലെ ആരാധനാ സ്വാതന്ത്ര്യം, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് കൃത്യമായ ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിർമ്മിച്ച മസ്ജിദുൻ നബവി, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ കവാടം, ബാബുൻ നിസാ, മദീനയിൽ പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മിച്ചപ്പോൾ പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു പ്രത്യേക സംവിധാനത്തിലായിരുന്നില്ല, മറിച്ച് സഹോദരിമാർ സഫുകളുടെ പിന്നിലായിരുന്നു എന്നാണ്. പുരുഷന്മാരുടെ സഫുകളുടെ പിന്നിലായിരുന്നു സഹോദരിമാർ. എന്നിട്ട് അവരോട് പറഞ്ഞു, പുരുഷന്മാർ എഴുന്നേറ്റു എന്ന ബോധ്യം വന്നതിന് ശേഷമേ സഹോദരിമാരെ നിങ്ങൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. കാരണം ഒരൊറ്റ വസ്ത്രത്തിലാണ് അവരുടെ നമസ്കാരം. അതുപോലെ തന്നെ അവരുടെ ഔറത്തുകൾ ഒരുപക്ഷെ വെളിവാകുമോ എന്ന ഭയം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, പുരുഷന്മാർ എഴുന്നേറ്റു എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സഹോദരിമാർ അള്ളാഹുവിൻ്റെ പള്ളിയിൽ വന്നിരുന്നു. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് വരുന്ന അള്ളാഹുവിൻ്റെ അടിയാത്തുകളെ നിങ്ങൾ തടയരുത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തുകളെ, അള്ളാഹുവിൻ്റെ പള്ളിയെ തൊട്ട് നിങ്ങൾ തടുക്കുവാൻ പാടില്ല. പിന്നെ സംവിധാനങ്ങളൊക്കെ മാറി പ്രത്യേകമായ സഫുകളും അതുപോലെ സ്ഥലങ്ങളും സംവിധാനങ്ങളും എല്ലാം കൊടുത്തു. എന്തിനു വേണ്ടി? നാളെ പരലോകത്ത് സ്വർഗം അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകൾക്കും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർ ചെയ്യുന്ന ഇസ്ലാമികമായ മൂല്യങ്ങളെ എല്ലാറ്റിനെയും സ്ത്രീകളിലേക്കും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കേട്ടാൽ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിമായ സ്ത്രീയും പുരുഷനും, മുഅ്മിനത്തായ സ്ത്രീയും പുരുഷനും, അള്ളാഹുവിന് ഭയപ്പെടുന്ന സ്ത്രീയും പുരുഷനും, വസ്സായിമീന വസ്സായിമാൻ, നോമ്പ് നോക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി പാപമോചനം ഒരുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ അല്ലാഹു അവർക്ക് വേണ്ടി സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതിലൊന്നും ഒരു വ്യത്യാസവുമില്ല. പിന്നെ വേഷവിധാനത്തിന്റെ കാര്യത്തിൽ, വേഷവിധാനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഹരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇസ്ലാം വേഷവിധാനങ്ങൾ പോലും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത് നടപ്പിലായി മുന്നോട്ട് പോകുന്നിടത്ത് സ്ത്രീക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സ്ത്രീക്ക് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് നിർഭയത്വത്തോടുകൂടി സഞ്ചരിക്കാമെങ്കിൽ അത് ഇസ്ലാം ആ സ്ത്രീക്ക് നൽകിയ അഭിമാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഭാഗമാകുന്നു. അതുകൊണ്ട് ഇസ്ലാം വിമർശിക്കുന്ന മേഖലകളെ നാം വായിക്കുകയും പഠിക്കുകയും വിമർശകർക്ക് അതിന് മറുപടി കൊടുക്കുവാനും സാധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കിടന്ന് കറങ്ങുന്നത് സോഷ്യൽ മീഡിയകളിലാണ്. അവിടെയാണ് ഇവിടെ തന്നെ എല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അള്ളാഹു നമുക്ക് നൽകിയ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സമൂഹങ്ങളിലാണ് എങ്കിൽ അവിടെ വിദ്യാർത്ഥികൾ അതിന് മറുപടി പറയാവുന്ന രൂപത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരണം. ഏത് സമൂഹത്തിലാണോ ഇതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ആ തലങ്ങളിൽ നിന്നുകൊണ്ട് മറുപടി കൊടുക്കാൻ സാധിക്കുമ്പോൾ ഇസ്ലാമിന് അതിൻ്റെതായിട്ടുള്ള മൂല്യവും വളർച്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ കിതാബിനെ
യഥാർത്ഥമായ രൂപത്തിൽ പഠിക്കുവാൻ മനസ്സിലാക്കുവാനും വേണ്ടി നാം ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഏത് കാലത്തും ഖുർആനിനെ തള്ളിക്കളഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഖുർആനിനെ നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. 14 നൂറ്റാണ്ടുകളായി ഖുർആൻ ഇറങ്ങിയിട്ട് അതിൻ്റെ ആശയങ്ങൾക്ക് ഒരിക്കലും കാലഹരണം സംഭവിച്ചിട്ടില്ല. അതിനെ തള്ളിപ്പറയുന്നവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകൾ പിന്നീട് കൃത്യമായി ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതീർണമായ ഒരു മാസത്തിൽ അതിൻ്റെ പാരായണത്തിന് പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫല്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ 30 പ്രതിഫലമാണുള്ളത്. അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ അള്ളാഹു നമുക്ക് നൽകിയ സൗകര്യങ്ങളെയും സമയങ്ങളെയും ഒരല്പഭാഗം അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശം സത്യസന്ധമായ രൂപത്തിൽ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകൾ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് പ്രത്യേകമായ കുടുംബ സംഗമങ്ങൾ, ഇസ്ലാമിക ക്ലാസ്സുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അസ്ർ നമസ്കാരാനന്തരം ഇബ്രാഹിം മദനി എടവണക്കാട് അദ്ദേഹം ഇസ്ലാമിൻ്റെ നീതിബോധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ക്ലാസ് എടുക്കും. ഒരു റമദാൻ മാസത്തിൽ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഒരു പണ്ഡിതൻ ഇവിടെ വരിക. നമ്മളെല്ലാവരും ആ റമദാൻ മാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ സമയങ്ങളിലൊക്കെയാണ് കുറച്ചു സമയം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സഹോദരി സഹോദരന്മാർ കുടുംബസമേതം അസ്ർ നമസ്കാരത്തിന് ശേഷം പള്ളിയിലെത്തുകയും ഇസ്ലാമികമായ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹുവിൻ്റെ പള്ളികളിലേക്കൊക്കെ കൊണ്ടുവന്ന് അടുപ്പിച്ച് അവരെ ധാർമ്മിക ബോധത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നാം ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളും സ്വാലിഹായകളായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ